മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതു സർക്കാർ 9 വർഷങ്ങൾ പൂർത്തീകരിച്ച് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പോയ 9 വർഷങ്ങൾ ഒട്ടനവധി വിവാദങ്ങളുടെ കൂടി വർഷങ്ങളായിരുന്നു. അക്ഷരാർത്ഥത്തിൽ വിവാദങ്ങളുടെ പെരുമഴക്കാലം തന്നെയായിരുന്നു പിണറായി കാലം. 9 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതിന്റെ ആഘോഷ പരിപാടികൾ DJ പാർട്ടി ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ച് വിപുലമായി നടത്തുമ്പോൾ ജനങ്ങൾക്ക് കഴിഞ്ഞുപോയത് അത്ര നല്ല കാലമൊന്നുമല്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പലതവണ മുടങ്ങി. ക്ഷേമനിധി ബോർഡുകളും തകർച്ചയുടെ വക്കിലാണ്. മലയോര ജനത വന്യജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുമ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. തീരപ്രദേശം വറുതിയിലും പട്ടിണിയിലുമാണ്. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ക്ഷേമ വികസന പദ്ധതികൾ പൂർണ്ണമായും നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകുത്തി. ഖജനാവിൽ പണമില്ല. ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും കേരളം 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് എത്തും. ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അടിസ്ഥാന വർഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു. ആരോഗ്യ, കാർഷിക, വിദ്യാഭ്യാസ രംഗങ്ങൾ അനിശ്ചിതത്വത്തിലായി. പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് പണം അംശാദായമായി കൊടുത്ത ക്ഷേമനിധികളിൽ നിന്നുപോലും പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ നൽകുന്നില്ല. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡുകളിലേത് ഉൾപ്പെടെ പെൻഷൻ മുടങ്ങിയിട്ട് 16 മാസമായി. അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നില്ല. ആശാ വർക്കർമാരോടും അംഗൻവാടി ജീവനക്കാരോടും ദയാരഹിതമായാണ് ഈ സർക്കാർ പെരുമാറുന്നത്. വേതനത്തിലെ തുച്ഛവർദ്ധനവിന് വേണ്ടി സമരം ചെയ്യുന്നവരെ അപഹസിക്കുന്ന മന്ത്രിമാർ കോർപ്പറേറ്റ് മുതലാളിമാരെ പോലെയാണ് പെരുമാറുന്നത്. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കളിയാക്കുന്ന തീവ്ര വലതുപക്ഷ സർക്കാരായി ഈ സർക്കാർ മാറി. KSEBയും സപ്ലൈകോയും KSRTCയും വാട്ടർ അതോറിറ്റിയും ഉൾപ്പെടെ എല്ലാത്തിനോടും അവഗണനയാണ്. വാട്ടർ അതോറിറ്റിയിൽ 4500 കോടിയാണ് ജൽജീവൻ പദ്ധതിയിലെ കരാറുകാർക്ക് നൽകാനുള്ളത്. കേന്ദ്ര പദ്ധതിക്ക് സംസ്ഥാന വിഹിതം നൽകാൻ പോലും സാധിക്കുന്നില്ല. കരാറുകാർ ആത്മഹത്യാ മുനമ്പിലാണ്. സംസ്ഥാനത്തെ ആശുപത്രികളുടെയും അവസ്ഥ വിഭിന്നമല്ല. ആശുപത്രികളിൽ മരുന്നില്ല. പേവിഷബാധയ്ക്ക് വാക്സിൻ എടുത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ജീവൻ നഷ്ടമായി. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന കാരുണ്യ പദ്ധതി പൂർണ്ണമായും മുടങ്ങി. റബ്ബറിന് 250 രൂപ തറവിലയാകുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞവർ ആ വാഗ്ദാനം നടപ്പാക്കിയില്ല. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില ഇടിഞ്ഞു. നാളികേര സംഭരണം നടക്കുന്നില്ല. നെല്ല് സംഭരണം പൂർണ്ണമായും പാളിപ്പോയി. മില്ലുടമകളുമായി ചേർന്ന് കർഷകരെ കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. വന്യജീവി ആക്രമണത്തിനും ഒരു നടപടിയുമില്ല. 4 മാസത്തിനിടെ 18 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. എന്നിട്ടും സർക്കാർ അനങ്ങാതിരിക്കുകയാണ്. നികുതി പിരിവിൽ പരാജയപ്പെട്ട സർക്കാർ ധൂർത്തിനും അഴിമതിക്കും വേണ്ടി ജനങ്ങളെ വീണ്ടും വീണ്ടും പിഴിയുകയാണ്. നികുതി പരിഷ്കാരങ്ങൾ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. പെട്രോൾ, ഡീസൽ സെസ്, വസ്തുകരം, വിവിധ സേവനങ്ങളുടെ ഫീസ്, മോട്ടോർ വാഹന നികുതി തുടങ്ങി എല്ലായിടത്തും കൊള്ളയാണ്. ആശാ വർക്കർമാർക്ക് പണം നൽകാനില്ലാത്തവരാണ് PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളവും പെൻഷനും വർദ്ധിപ്പിച്ചു നൽകിയത്. വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾ സഹന സമരം ചെയ്തിട്ടും നിങ്ങൾ അവരെ ഒന്ന് കാണുവാൻ പോലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറായിരുന്നില്ല. സാമ്പത്തിക പരാധീനതയാണ് ഈ സർക്കാർ ഇപ്പോൾ വാദമുഖമായി ഉയർത്തിയിരിക്കുന്നത്. പണമില്ലെന്ന് പറയുന്ന അതേ സർക്കാരാണ് അഴിമതി ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന് 6.5 ലക്ഷം രൂപയാണ് ശമ്പളമായി നൽകുന്നത്. അതായത് ജനങ്ങൾ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും സർക്കാരിന്റെ ധൂർത്തിന് യാതൊരു കുറവുമില്ല. കഴിയുന്നത്ര വിശാലവും വിപുലവുമായിട്ടാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ നിലയിൽ പോയാൽ ജനങ്ങൾ പട്ടിണിയിലായാലും സർക്കാർ അർമാദികൾ തുടരാനാണ് സാധ്യത.